രാവിലെ ഏകദേശം 7 മണി. ഫോൺ റിങ് ചെയ്യുന്നു. ഭാര്യ ചെന്ന് ഫോൺ എടുക്കുന്നു. കുറച്ചു നേരത്തേക്ക് ഭാര്യ ഒന്നും മിണ്ടുന്നില്ല. അതിനുശേഷം കയ്യിൽ നിന്നും ആ ഫോൺ ഊർന്ന് താഴെ വീണു. ഹസ്ബൻഡിന് രാവിലെ ജോലിക്ക് പോകുന്ന വഴി ഒരു അപകടം. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെങ്കിലും അദ്ദേഹത്തെ രക്ഷിക്കാൻ കഴിഞ്ഞു. വയസ്സ് 45 മാത്രം. ഭാര്യ, 2 മക്കൾ, വീട്ടിലെ ചെലവുകൾ, ഹോം ലോൺ, കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവ്, വീട്ടിലെ പ്രധാന വരുമാനം. ഒറ്റ ദിവസം കൊണ്ട്, ഒരു നിമിഷം കൊണ്ട് എല്ലാം മാറി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു ബന്ധു ചോദിച്ചു, ചേച്ചി, ചേട്ടന് ഇൻഷുറൻസ് കവറേജ് ഉണ്ടായിരുന്നില്ലേ? അവർ പറഞ്ഞു, ഉണ്ടായിരുന്നു. 3 പോളിസികൾ ഉണ്ടായിരുന്നു. അത് കേട്ടിരുന്ന എല്ലാവർക്കും കുറച്ചൊരു ആശ്വാസമായി. പക്ഷേ ആ 3 പോളിസികളുടെയും കൂടെ ലൈഫ് കവറേജ് എത്രയായിരുന്നു എന്ന് അറിഞ്ഞപ്പോൾ അവരുടെ മുന്നിൽ വലിയൊരു ചോദ്യചിഹ്നം വന്നു. ആകെ 12 ലക്ഷത്തിന്റെ കവറേജ്. ഹോം ലോൺ മാത്രം 28 ലക്ഷം രൂപ. ഇപ്പോൾ പറയൂ, ലൈഫ് കവർ ഉണ്ടായിരുന്നു എന്നതായിരുന്നോ പ്രധാനം, അതോ കുടുംബത്തിന് മതിയായ ലൈഫ് കവറേജ് ഉണ്ടായിരുന്നു എന്നതാണ്? നമസ്കാരം, ഞാൻ ജയശ്രീ ഗോവിന്ദൻ, ഫിനാൻഷ്യൽ ക്ലാരിറ്റി കോച്ച്, ഫൗണ്ടർ ഓഫ് വെൽത്ത് മാസ്റ്റർ ഹബ്. കഴിഞ്ഞ വീഡിയോകളിൽ ഞാൻ ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ച് സംസാരിച്ചു, എമർജൻസി ഫണ്ടിനെ കുറിച്ച് സംസാരിച്ചു. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പില്ലറായ ലൈഫ് പ്രൊട്ടക്ഷനെ കുറിച്ച് പറയുന്നു. ഇന്ന് ഞാനൊരു ചോദ്യം ചോദിക്കാനാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ അഭാവത്തിൽ നിങ്ങളുടെ കുടുംബത്തിന് പഴയതുപോലെ മുന്നോട്ടു പോകാൻ സാധിക്കുമോ? നമുക്ക് ആ കുടുംബത്തിലേക്ക് തിരിച്ചു വരാം. 12 ലക്ഷം രൂപയുടെ കവറേജ് ഉണ്ടായിരുന്നത് ആ തുക കിട്ടി. ആദ്യം നമുക്ക് നോക്കുമ്പോൾ ഇതൊരു വലിയ തുകയല്ലേ എന്ന് തോന്നും. പക്ഷേ ആ കുടുംബത്തിന്റെ ലയാബിലിറ്റീസ് നോക്കിയാൽ ഇത് എന്തിനു മതിയാകും എന്ന് തോന്നും. ഹോം ലോൺ 28 ലക്ഷത്തിന്റെ. 2 കുട്ടികളുണ്ട്. മൂത്തയാൾ +2 പഠിക്കുന്നു. ഹയർ എഡ്യൂക്കേഷനുള്ള സമയമായിക്കൊണ്ടിരിക്കുന്നു. രണ്ടാമത്തെ കുട്ടിയുടെയും വിദ്യാഭ്യാസം തുടരുന്നു. മന്ത്ലി എക്സ്പെൻസ് വേറെ, മെഡിക്കൽ എക്സ്പെൻസുകൾ വേറെ, ഫ്യൂച്ചർ ഗോൾസ് വേറെ, സ്പൗസിന്റെ റിട്ടയർമെന്റ് ഫണ്ട് അതും വേറെ. ഇതെല്ലാം മുന്നിലുണ്ട്. പക്ഷേ ഇനി സാലറി മാത്രമല്ല. അവിടെ ഈ 12 ലക്ഷം എന്തിനു മതിയാകും? ഇവിടെയാണ് ലൈഫ് ഇൻഷുറൻസിനെ കുറിച്ചുള്ള വലിയൊരു തെറ്റിദ്ധാരണ. പലരും ചോദിക്കുന്നത് എനിക്ക് പോളിസി ഉണ്ടോ എന്നുള്ളതാണ്. പക്ഷേ എനിക്ക് മതിയായ ലൈഫ് കവർ ഉണ്ടോ എന്നുള്ളതാണ് ചോദിക്കേണ്ടത്. പോളിസി കൗണ്ട് ചെയ്യുന്നത് ഒരു പ്രൊട്ടക്ഷൻ അല്ല. അതൊരു പ്രൊട്ടക്ഷൻ എമൗണ്ടേ അല്ല. 5 പോളിസീസ് ഉണ്ടായിരിക്കാം. പക്ഷേ കുടുംബത്തിന് ആവശ്യം 1 കോടിയുടെ പ്രൊട്ടക്ഷൻ ആണെങ്കിൽ 5 പോളിസിയിലും കൂടെ ആകെ 15 ലക്ഷത്തിന്റെ കവറേജേ വരുന്നുള്ളെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? നിങ്ങൾ ഇൻഷുറൻസ് കവറേജ് എടുത്തിട്ടുണ്ടാവും. പക്ഷേ മതിയായ പ്രൊട്ടക്ഷൻ ഉണ്ടായിരിക്കണമെന്നില്ല. ലൈഫ് ഇൻഷുറൻസിന്റെ അടിസ്ഥാന ലക്ഷ്യം വളരെ സിമ്പിൾ ആണ്. നിങ്ങളുടെ വരുമാനത്തെ ആശ്രയിച്ച് ജീവിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭാവത്തിലും അവരുടെ ജീവിതം അതേപോലെ മുന്നോട്ടു പോകാനുള്ള ഒരു സപ്പോർട്ട് കൊടുക്കുക. അതുകൊണ്ട് തന്നെ ലൈഫ് ഇൻഷുറൻസിനെ ഇൻവെസ്റ്റ്മെന്റുമായി കമ്പയർ ചെയ്യുന്നത് ശരിയായ കാര്യമല്ല. ആദ്യം ചോദിക്കേണ്ടത് എന്റെ അഭാവത്തിലും എന്റെ കുടുംബത്തിന് മുന്നോട്ടു പോകാൻ എത്ര തുക ആവശ്യമായി വരും എന്നതാണ്. അതിനുശേഷം മാത്രമാണ് പ്രൊഡക്റ്റിനെ കുറിച്ച് ചിന്തിക്കേണ്ടത്. ഒരു പ്രധാന ക്ലാരിഫിക്കേഷൻ നൽകാം. എല്ലാവർക്കും ഒരേ കവറേജ് അല്ല വേണ്ടത്. നിങ്ങളെ ഫിനാൻഷ്യലി ഡിപ്പെൻഡ് ചെയ്യുന്നവരില്ലെങ്കിൽ നിങ്ങൾക്ക് കവറേജിന്റെ വലിയ കാര്യമില്ല. പക്ഷേ നിങ്ങളുടെ വൈഫ് നിങ്ങളെ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്പൗസ് നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കുട്ടികൾ ഉണ്ടെങ്കിൽ, ഡിപ്പെൻഡ് ചെയ്യുന്ന പാരന്റ്സ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് വലിയ ബാധ്യതകൾ ഉണ്ടെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ലൈഫ് കവർ വളരെ പ്രാധാന്യമായിട്ട് പരിശോധിക്കേണ്ടതാണ്. സിമ്പിൾ ആയിട്ട് ഒരു ഉദാഹരണം പറയാം. ഒരു വ്യക്തിയുടെ വയസ്സ് 40. മന്ത്ലി ഫാമിലി എക്സ്പെൻസ് 60,000 രൂപ. അങ്ങനെ നോക്കിയാൽ ആനുവൽ എക്സ്പെൻസ് 7.2 ലക്ഷം രൂപ. ഹോം ലോണിന്റെ ബാലൻസ് 30 ലക്ഷം രൂപ. കുട്ടികളുടെ ഫ്യൂച്ചർ എഡ്യൂക്കേഷൻ ഗോള് 20 ലക്ഷം രൂപ. എക്സിസ്റ്റിംഗ് ഇൻവെസ്റ്റ്മെന്റ് 15 ലക്ഷം രൂപ. എക്സിസ്റ്റിംഗ് ലൈഫ് കവർ 20 ലക്ഷം രൂപ. ഇവിടെ 20 ലക്ഷത്തിന്റെ കവറേജ് ഉണ്ടെന്ന് വിചാരിച്ച് ഫാമിലി പ്രൊട്ടക്റ്റഡ് ആണെന്ന് പറയാൻ കഴിയുമോ? അദ്ദേഹത്തിന്റെ ലയബിലിറ്റീസ്, ഫ്യൂച്ചർ ഗോൾസ്, എക്സിസ്റ്റിംഗ് അസറ്റ്സ്, ഫ്യൂച്ചർ ഇൻകം റിക്വയർമെന്റ്സ് എല്ലാം അനലൈസ് ചെയ്യണം. ഇതാണ് നീഡ് ബേസ്ഡ് ഫിനാൻഷ്യൽ പ്ലാനിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ആനുവൽ ഇൻകത്തിന്റെ 10 ടൈം കവറേജ് ആണ് വേണ്ടത് എന്ന്. 20 ടൈം കവറേജ് വേണം, 15 ടൈം കവറേജ് വേണം. ഇത് റഫായിട്ട് ഒരു തമ്പ് റൂളായിട്ട് ചിലരെടുത്തേക്കും. പക്ഷേ ഒരു വ്യക്തിയുടെ യഥാർത്ഥ റിക്വയർമെന്റ്സ് അറിയാതെ ഇങ്ങനെ ഒരു തമ്പ് റൂൾ എടുത്തിട്ട് കാര്യമില്ല. കാരണം
ഒരേ 10 ലക്ഷം ഇൻകം ഉള്ള ആളുകളുടെ റിക്വയർമെന്റ്സ് വേറെ ആയിരിക്കും. ഒരു ഉദാഹരണം പറയാം. ആദ്യത്തെ ആൾക്ക് 10 ലക്ഷം ഇൻകം ഉണ്ടെങ്കിലും അയാൾക്ക് പ്രത്യേകിച്ച് ലോണൊന്നുമില്ല. അയാളുടെ സ്പൗസ് വർക്കിംഗ് ആണ്. ഒരു കുട്ടിയേ ഉള്ളൂ. എങ്ങനെയൊക്കെ ആണെങ്കിൽ അവർ വെൽ പ്രൊട്ടക്റ്റഡ് ആണെന്ന് പറയും. എന്നാൽ രണ്ടാമത്തെ കേസിൽ 10 ലക്ഷം രൂപ ഇൻകം ഉള്ള ആളാണെങ്കിലും അയാൾക്ക് 40 ലക്ഷത്തിന്റെ ഹോം ലോൺ ഉണ്ട്, 2 കുട്ടികളുണ്ട്, സ്പൗസ് വർക്കിംഗ് അല്ല, ഡിപ്പെൻഡന്റ് പാരന്റ് ഉണ്ട്. ഇവിടെ രണ്ടുപേർക്കും ഒരേ ഇൻകം ആണെങ്കിലും അവരുടെ റിക്വയർമെന്റ്സ് വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ലൈഫ് കവറും അതും വ്യത്യസ്തമായിരിക്കും. ഇനി നിങ്ങൾ കേൾക്കാറുള്ള ഒരു ടേമാണ് ഹ്യൂമൻ ലൈഫ് വാല്യൂ. സിമ്പിൾ ആയി പറഞ്ഞാൽ ഒരു വ്യക്തി ഭാവിയിൽ അവരുടെ കുടുംബത്തിന് കൊടുക്കാൻ കഴിയുമായിരുന്ന ഇൻകത്തിന്റെ ഒരു കോൺട്രിബ്യൂഷൻ, അതിന്റെ വാല്യൂ ആണ് ഹ്യൂമൻ ലൈഫ് വാല്യൂ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ലയബിലിറ്റീസ്, ഫ്യൂച്ചർ എക്സ്പെൻസ്, നെറ്റ് അസറ്റ്സ് ഇതെല്ലാം അനലൈസ് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലൈഫ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് ഒരു റാൻഡം എമൗണ്ട് തിരഞ്ഞെടുക്കുന്ന കാര്യമല്ല. അതൊരു കാൽക്കുലേഷനാണ്. സാധാരണ ആളുകൾ ചെയ്യുന്ന ചില മിസ്റ്റേക്കുകളെ കുറിച്ച് സംസാരിക്കാം. ഫസ്റ്റ് മിസ്റ്റേക്ക്, പ്രീമിയം നോക്കി കവറേജ് തിരഞ്ഞെടുക്കുന്നത്. എനിക്ക് വർഷം 25,000 രൂപ മാത്രമേ അടയ്ക്കാൻ കഴിയൂ, അതിന് പറ്റിയ കവറേജ് മതി, ഇങ്ങനെ ചിലർ പറയാറുണ്ട്. ബഡ്ജറ്റിംഗ് പ്രാധാന്യമാണ്, പക്ഷേ മതിയായ പ്രൊട്ടക്ഷൻ ഉണ്ടോ, അതിനുള്ള റിക്വയർമെന്റ്സ് എന്തൊക്കെയാണ്, ഇതാണ് ആദ്യം നോക്കേണ്ടത്. അതിനുശേഷം മാത്രം ആ പ്രൊട്ടക്ഷൻ എങ്ങനെ സ്യൂട്ടബിൾ ആയിട്ട് സ്ട്രക്ചർ ചെയ്യാമെന്ന് മനസ്സിലാക്കണം. പ്രീമിയം ആദ്യം, നീഡ് പിന്നീട് എന്ന് തീരുമാനിക്കുന്നത് പലപ്പോഴും പ്രൊട്ടക്ഷൻ ഗ്യാപ്പ് ഉണ്ടാകും. രണ്ടാമത്തെ മിസ്റ്റേക്ക്, റിട്ടേൺ മാത്രം നോക്കുന്നത്. പല ആളുകളും ഇൻഷുറൻസ് കവറേജ് എടുക്കുന്നത് തന്നെ എന്ത് തിരിച്ചു കിട്ടും എന്ന് മാത്രം നോക്കിയിട്ടാണ്. ലൈഫ് ഇൻഷുറൻസിന്റെ അല്ലെങ്കിൽ ലൈഫ് പ്രൊട്ടക്ഷന്റെ എല്ലാ പ്രൊഡക്റ്റും ഓരോ പർപ്പസിനുള്ളതാണ്. സേവിങ്സ് ഓറിയന്റഡ് പർപ്പസ് ഉണ്ടാവാം, അതുപോലെ തന്നെ റിട്ടയർമെന്റ് ഓറിയന്റഡ് പ്രൊഡക്റ്റ് ഉണ്ടാവാം, പ്രൊട്ടക്ഷൻ ഓറിയന്റഡ് പ്രൊഡക്റ്റ് ഉണ്ടാവാം. അതുകൊണ്ട് തന്നെ ഓരോ പ്രൊഡക്റ്റിനെയും അതിൻ്റെതായ പർപ്പസ് കൊണ്ട് വേണം കണക്കാക്കാൻ. പ്രൊട്ടക്ഷൻ വേണ്ട സ്ഥലത്ത് ആദ്യം പ്രൊട്ടക്ഷൻ തന്നെ ഉറപ്പാക്കണം, അവിടെ സേവിങ്സ് കൊണ്ട് കാര്യമില്ല. മൂന്നാമത്തെ മിസ്റ്റേക്ക്, എംപ്ലോയർ കവറേജ് മാത്രം ആശ്രയിക്കുന്നത്. ചിലർ പറയും, എനിക്ക് കമ്പനിയിൽ ഗ്രൂപ്പ് ലൈഫ് പ്രൊട്ടക്ഷൻ ഉണ്ട്. നല്ലതാണ്, പക്ഷേ ജോബ് മാറിയാൽ, കമ്പനിയുടെ ബെനിഫിറ്റ് മാറിയാൽ, റിട്ടയർ ആയാൽ അപ്പോൾ പിന്നെ ആ കവറേജ് തുടരുമോ? എംപ്ലോയർ കവറേജ് എന്ന് പറയുന്നത് അതൊരു എക്സ്ട്രാ പ്രൊട്ടക്ഷൻ ആയിട്ട് കണക്കാക്കും. പക്ഷേ ഫാമിലീസ് പ്രൊട്ടക്ഷൻ അതിനെ മാത്രം ആശ്രയിച്ചുകൊണ്ടാവരുത്. നാലാമത്തെ മിസ്റ്റേക്ക്, പഴയ പോളിസി റിവ്യൂ ചെയ്യാത്തത്. ചിലർ 25 വയസ്സിലെ പോളിസി എടുത്തിട്ടുണ്ടാകും. അന്ന് അൺമാരീഡ് ആയിരുന്നു, വേറെ ബാധ്യതകളും ഇല്ലായിരുന്നു. പക്ഷെ ഇന്ന് വയസ്സ് 45ആയി, മാരീഡ് ആണ്, കുട്ടികളുണ്ട്, മറ്റ് ബാധ്യതകളുണ്ട്, ഹോം ലോൺ ഉണ്ട്, കുട്ടികളുടെ ഫ്യൂച്ചർ എഡ്യൂക്കേഷൻ ഗോൾ ഉണ്ട്, ഇൻകം കൂടിയിട്ടുണ്ട്, ലൈഫ് സ്റ്റൈലും മാറിയിട്ടുണ്ട്. പക്ഷേ ലൈഫ് പ്രൊട്ടക്ഷൻ കവറേജ് എന്ന് പറയുന്നത് ഇപ്പോഴും ആ 20 വർഷം മുന്നേ എടുത്തത് തന്നെയായി. ഇതാണ് പല കുടുംബങ്ങളിലും സംഭവിക്കുന്നത്. ലൈഫ് സ്റ്റൈൽ മാറുന്നതിനോടൊപ്പം ലൈഫ് പ്രൊട്ടക്ഷൻ കൂടെ റിവ്യൂ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അഞ്ചാമത്തെ മിസ്റ്റേക്ക്, നോമിനി അറിയാത്തത്. പലരും പോളിസി എടുത്തിട്ടുണ്ട്, പ്രീമിയവും അടയ്ക്കുന്നുണ്ടാവും. പക്ഷേ കുടുംബത്തിലുള്ളവർ അല്ലെങ്കിൽ സ്പൗസ് പോലും എത്ര പ്രീമിയം അടയ്ക്കുന്നുണ്ട്, പോളിസി എവിടെ നിന്നാണ് എടുത്തിരിക്കുന്നത്, അതിന്റെ ഡോക്യുമെന്റ് എവിടെയാണ്, ഇതൊന്നും അറിയാറില്ല. അവർക്ക് പോളിസി നമ്പർ അറിയില്ല, ആരുടെ കയ്യിൽ നിന്നാണ് എടുത്തതെന്നറിയില്ല, അഡ്വൈസർ ആരാന്നറിയില്ല, എങ്ങനെയാണ് ക്ലെയിം വന്നാൽ ചെയ്യേണ്ടതെന്നറിയില്ല. ഇങ്ങനെയുള്ള ഒരിടത്ത് പ്രൊട്ടക്ഷൻ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത് ആ കുടുംബത്തിലേക്ക് എത്താൻ വളരെ വൈകും. അതുകൊണ്ട് തന്നെ നിർബന്ധമായും ഒരു ഫാമിലി ഫിനാൻഷ്യൽ ഫയൽ റെഡിയാക്കേണ്ടതുണ്ട്. അതിൽ പോളിസി ഡീറ്റെയിൽസ്, ലോൺ ഡീറ്റെയിൽസ്, ബാങ്ക് ഡീറ്റെയിൽസ്, ഇൻവെസ്റ്റ്മെന്റ് സമ്മറി, നോമിനേഷൻ ഡീറ്റെയിൽസ്, ഇമ്പോർട്ടന്റ് കോണ്ടാക്ട് നമ്പർ എല്ലാം കുടുംബത്തിലെ ഉത്തരവാദിത്തമുള്ള ഒരാളെങ്കിലും അറിഞ്ഞിരിക്കണം. ഇനി അടുത്തൊരു ഉദാഹരണം നോക്കാം. രണ്ട് കുടുംബത്തിലെയും പ്രധാന വരുമാനക്കാർ ഇന്ന് നിലവിലില്ല എന്ന് വിചാരിക്കുക. ആദ്യ കുടുംബത്തിൽ ലൈഫ് കവർ കുറവായിരുന്നു, എമർജൻസി ഫണ്ട് ഉണ്ടായിരുന്നില്ല, ലോൺ വളരെ കൂടുതലാണ്, ഫിനാൻഷ്യൽ ഡോക്യുമെന്റ് എവിടെ, എങ്ങനെ, എന്തൊക്കെ, ഇതൊന്നും ആ കുടുംബത്തിലുള്ളവർക്കും അറിയില്ല. രണ്ടാമത്തെ കുടുംബത്തിൽ അത്യാവശ്യത്തിനുള്ള പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നു, എമർജൻസി ഫണ്ട് ഉണ്ട്, ഹെൽത്ത് കവറേജ് ഉണ്ട്, ലോൺസ് ഇല്ല, ഫിനാൻഷ്യൽ ഡോക്യുമെന്റ് എല്ലാം കുടുംബത്തിലുള്ളവർക്ക് അറിയാം. രണ്ട് കുടുംബത്തിനും ഇമോഷണൽ പെയിൻ ഒന്നു തന്നെയാണ്. പക്ഷേ
അവിടെ അവർക്ക് കിട്ടുന്ന ആ സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു ഗ്യാരണ്ടി, പ്രൊട്ടക്ഷൻ, ഇത് അവിടെ വ്യത്യസ്തമാകുന്നു. ഇൻഷുറൻസ് ഒരു പക്ഷേ ആ പെയിൻ മാറ്റില്ല. ഒരു പോളിസിക്കും ഒരു കവറേജിനും ഒരു മനുഷ്യനെ തിരിച്ചു കൊണ്ടുവരാനും സാധിക്കില്ല. പക്ഷേ ആ ഉദാഹരണത്തിലെ രണ്ടാമത്തെ കുടുംബത്തിന് ആ ഒരു പെയിനോടൊപ്പം അവർക്ക് അടുത്ത മാസത്തെ EMI എങ്ങനെ അടയ്ക്കും, കുട്ടികളുടെ വിദ്യാഭ്യാസം എങ്ങനെ നടക്കും, മുന്നോട്ടുള്ള ജീവിതം എങ്ങനെ പോകുന്നുള്ള ടെൻഷൻ ഉണ്ടാവില്ല. അതാണ് ഫിനാൻഷ്യൽ പ്രൊട്ടക്ഷന്റെ വാല്യൂ എന്ന് പറയുന്നത്. എന്നാൽ ആദ്യത്തെ കുടുംബത്തിനോ ഇതൊന്നും അറിയില്ല, വേണ്ട പ്രൊട്ടക്ഷൻ ഒന്നും ഉണ്ടായിട്ടില്ല. അവർക്ക് ആ വേർപാടിന്റെ വേദന മാത്രമല്ല, മുന്നോട്ടുള്ള ജീവിതത്തെക്കുറിച്ചുള്ള ഭയപ്പാടും ഉണ്ടാകും. ഇനി ഈ ഒരു ലൈഫ് പ്രൊട്ടക്ഷനെ എങ്ങനെ റിട്ടയർമെന്റ് പ്ലാനുമായിട്ട് കണക്ട് ചെയ്യാമെന്ന് നോക്കാം. പലരും റിട്ടയർമെന്റ് കോർപ്പസ് ബിൽഡ് ചെയ്യും, SIP ചെയ്യും, PF ഉണ്ട്, ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. പക്ഷേ ഇങ്ങനെ ഏൺ ചെയ്തിരിക്കുന്ന സമയത്ത് തന്നെ ഏൺ ചെയ്യുന്ന ആള്, അയാൾക്ക് അപ്രതീക്ഷിതമായി എന്തെങ്കിലും സംഭവിച്ചാൽ റിട്ടയർമെന്റ് പ്ലാൻ ആരാണ് പിന്നെ കണ്ടിന്യൂ ചെയ്യുക? സ്പൗസിന്റെ റിട്ടയർമെന്റ് എന്താകും? അതുകൊണ്ട് തന്നെ ലൈഫ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് റിട്ടയർമെന്റ് പ്ലാനിന്റെ കോമ്പറ്റീറ്റർ അല്ല, റിട്ടയർമെന്റ് പ്ലാനിങ്ങിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ലെയർ ആയിരിക്കും. ഇപ്പോൾ ഈ 5 ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉത്തരം പറയാൻ സാധിക്കുമോ? 1. നിങ്ങളുടെ മൊത്തം ലൈഫ് കവർ എത്ര? 2. ഔട്ട്സ്റ്റാൻഡിംഗ് ലോൺ എത്ര? 3. എന്റെ അഭാവത്തിൽ ഫാമിലിക്ക് എത്ര നാൾ മുന്നോട്ട് പോകാൻ സപ്പോർട്ട് ഉണ്ടാകും? 4. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനു വേണ്ട ഫ്യൂച്ചർ പ്രൊവിഷൻ എന്തൊക്കെയാണ്? 5. എക്സിസ്റ്റിംഗ് അസറ്റ് എത്ര? ഈ 5 കാര്യങ്ങൾക്കും ഉത്തരം കാണാതെ എനിക്ക് ഇൻഷുറൻസ് കവറേജ് ഉണ്ട് എന്ന് പറയുന്നത് കൊണ്ട് മാത്രം ഫിനാൻഷ്യൽ ക്ലാരിറ്റി ആകുന്നില്ല. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ 4 കാര്യങ്ങൾ ചെയ്യും. നിങ്ങളുടെ എല്ലാ ലൈഫ് ഇൻഷുറൻസും എടുത്തു വയ്ക്കും. ഓരോ പോളിസിയുടെയും ആക്ച്വൽ ലൈഫ് കവർ എത്ര എന്ന് എഴുതുക. 3ാമത്തെ കാര്യം, ഔട്ട്സ്റ്റാൻഡിംഗ് ലോൺസ്, ഡിപെൻഡന്റ് ഫാമിലീസ് ഫ്യൂച്ചർ നീഡ്സ്, മേജർ ഗോൾസ്, ഇതെല്ലാം ഒന്ന് എഴുതൂ. 4ാമത്തെ സ്റ്റെപ്പ്, എക്സിസ്റ്റിംഗ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് അസറ്റ്, ഇതുകൂടി എഴുതൂ. എന്നിട്ട് മൊത്തം ഒന്ന് പരിശോധിക്കും, എവിടെയെങ്കിലും ഒരു പ്രൊട്ടക്ഷൻ ഗ്യാപ്പ് ഉണ്ടോ എന്നുള്ളത്. ഗ്യാപ്പ് ഉണ്ടെങ്കിൽ പാനിക് ആവേണ്ടതില്ല. ആദ്യം ക്ലാരിറ്റിയാണ് വേണ്ടത്. നമുക്ക് ഗ്യാപ്പ് ഉണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കുക. അതിനുശേഷം അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്തുക. സുഹൃത്തുക്കളെ, നമ്മൾ ലൈഫ് പ്രൊട്ടക്ഷൻ നേടുന്നത് നമുക്ക് വേണ്ടി മാത്രമല്ല, നമ്മൾക്ക് വേണ്ടപ്പെട്ട ഏറ്റവും വേണ്ടപ്പെട്ടവരുടെ പ്രൊട്ടക്ഷന് വേണ്ടി കൂടിയാണ്. ഒരച്ഛൻ അയാളുടെ മകളോട് നിന്റെ വിദ്യാഭ്യാസ കാര്യമെല്ലാം ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്നത് അതൊരു പ്രോമിസാണ്. വൈഫിനോട് നമ്മുടെ ഹോം ലോൺ ഞാൻ മാനേജ് ചെയ്തോളാം എന്ന് പറയുന്നത് അതും ഒരു പ്രോമിസാണ്. നമ്മൾ ഉണ്ടാകുമ്പോൾ ആ പ്രോമിസ് പാലിക്കാൻ നമ്മൾ വർക്ക് ചെയ്യുന്നു, ഏൺ ചെയ്യുന്നു. നമ്മൾ ഇല്ലാത്തപ്പോഴും ആ പ്രോമിസ് പാലിക്കേണ്ടത് അതിന് കുടുംബത്തിനെ തയ്യാറാക്കുന്നതിന് വേണ്ടിയാണ് ഇതുപോലെയുള്ള ഫിനാൻഷ്യൽ പ്രൊട്ടക്ഷൻ എടുക്കുന്നത്. ഒരു ലൈഫ് ഇൻഷുറൻസിന്റെ വാല്യൂ എന്ന് പറയുന്നത് അതിന്റെ ഡോക്യുമെന്റിന്റെ ഘനത്തിലല്ല, പ്രീമിയം റെസിപ്റ്റിലുമല്ല, റിട്ടേണിന്റെ പെർസെന്റേജിലുമല്ല. നിങ്ങളുടെ അഭാവത്തിലും കുടുംബത്തിനെ സന്തോഷകരമായി മുന്നോട്ടു പോകാൻ എത്രത്തോളം സഹായിക്കുന്നു എന്നതിലാണ്. അതുകൊണ്ട് എനിക്ക് ലൈഫ് കവറേജ് ഉണ്ടോ എന്നല്ല ചിന്തിക്കേണ്ടത്, മറിച്ച് എന്റെ കുടുംബത്തിന് ആവശ്യമായ പ്രൊട്ടക്ഷൻ ഉണ്ടോ എന്നാണ്. ഈ ചോദ്യങ്ങൾക്കൊന്നും ഇപ്പോൾ വ്യക്തമായ ഉത്തരമില്ലെങ്കിൽ ഗസ് ചെയ്യേണ്ട കാര്യമില്ല. താഴെ കാണുന്ന എന്റെ ഫിനാൻഷ്യൽ കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് നിങ്ങൾ ഫിനാൻഷ്യൽ ക്ലാരിറ്റി വരുത്തുക. പ്രൊട്ടക്ഷൻ ഗ്യാപ്പ് എവിടെയാണ്, റിട്ടയർമെന്റ് ഗ്യാപ്പ് എവിടെയാണ്? കാരണം ആദ്യം ക്ലാരിറ്റിയാണ് നേടേണ്ടത്. ഫിനാൻഷ്യൽ ഫ്രീഡം തുടങ്ങുന്നത് ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്നതിലൂടെയല്ല, ശരിയായ ഫിനാൻഷ്യൽ ക്ലാരിറ്റി നേടുന്നതിലൂടെയാണ്. ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമന്റ് ചെയ്യൂ. ലൈഫ് ഇൻഷുറൻസിന്റെ പ്രാധാന്യം അറിയാത്ത, കുടുംബത്തിന് എത്രത്തോളം പ്രൊട്ടക്ഷൻ വേണമെന്നറിയാത്ത ഒരാൾക്കെങ്കിലും ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. കൂടുതൽ വാല്യൂ കിട്ടുന്ന ഇത്തരം വീഡിയോസ് കാണാൻ അത് നല്ലതാണ്. അടുത്ത ഫിനാൻഷ്യൽ ക്ലാരിറ്റി സീരീസ് എപ്പിസോഡിൽ വീണ്ടും കാണാം.